തമിഴ്നാട്ടിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. വിജയ് മുഖ്യമന്ത്രിയാകുമോ? ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയാകും, മുഖ്യമന്ത്രിയാകില്ല, മുഖ്യമന്ത്രിയാകും, മുഖ്യമന്ത്രിയാകില്ല, 118 പേരുടെ സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ല തുടങ്ങിയ വാർത്തകൾ മാറി മാറി വരുന്നുണ്ട്. എന്തായാലും വിജയ്ക്ക് 108 MLA-മാരുണ്ട്. അതിൽ ഒരു സീറ്റ് രാജിവെക്കേണ്ടി വരും. അവിടേക്ക് തൃഷ വരുമെന്നും അടുത്ത ജയലളിതയായി തൃഷ മാറുമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷം. എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, വിജയ്ക്കാണ് പോപ്പുലർ മാൻഡേറ്റ് തമിഴ്നാട്ടിലെ. ശ്രീ വിജയ് മുഖ്യമന്ത്രിയാകണമെന്നാണ് സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നതും. അവിടുത്തെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ കമലഹാസൻ അടക്കമുള്ള എല്ലാവരും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നമ്പർ ഗെയിമിൽ 118 എത്തുമോ എന്നുള്ള സംശയമാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുത്തു. കോൺഗ്രസിന്റെ 5 സീറ്റുകൾ വിജയോടൊപ്പം ഉണ്ട്. ഇനിയും വിജയ്ക്ക് വേണ്ടത് 5 സീറ്റുകളാണ്. അതായത് വിജയ് 2 സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീറ്റിലേക്ക് തൃഷ വന്നാൽ എന്തായാലും തൃഷ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തമിഴ്നാട്ടിലൊരു ഗ്ലാമർ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ശ്രീ വിജയ് തൻ്റെ കരിയറിൻ്റെ പീക്കിലെത്തിയിട്ടാണ് ആ കരിയർ ഉപേക്ഷിച്ച് നാടിൻ്റെ നന്മയ്ക്കും പൊതുസേവനത്തിനും വേണ്ടി ഇറങ്ങുന്നത്. വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവസാന റൗണ്ടിൽ CPM, CPI അവരെ എല്ലാം വിജയ് പോയി കണ്ടു. അതായത് അവർ പിന്തുണ കൊടുത്തു, പോയി കണ്ടു എന്ന് പറയുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് വിജയ്ക്ക് പിന്തുണ കൊടുത്തു, പിന്നെ കൊടുത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ 118 എത്തുമോ എന്ന് പറയുന്ന ഒരു ത്രില്ലർ സിനിമ പോലെ, അതിശക്തമായൊരു ത്രില്ലർ സിനിമ പോലെ പോവുകയാണ്. പരമാവധി വിജയെ തടയാൻ ADMKയും DMKയും നമ്മുടെ ഗവർണർ അർലേക്കറും ശ്രമിക്കുന്നുണ്ട്. കാര്യം വിജയ് ഒരിക്കൽ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 15-20 വർഷത്തേക്ക് വേറെ ആരും നോക്കണ്ട. വിജയ് എല്ലാ തവണയും ജയിക്കണമെന്നില്ല. പക്ഷേ വിജയിൽ കേന്ദ്രീകൃതമായിരിക്കും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം. MGR-നേക്കാൾ നല്ല ഒരുപക്ഷെ ഇതിന് ഉദാഹരണം NT രാമറാവു ആണ്. NT രാമറാവു അന്നത്തെ ആന്ധ്രയിൽ 2 വർഷം കൊണ്ട് വിജയിച്ച് കയറുകയും അന്ന് അദ്ദേഹമായിരുന്നു പിന്നീട് ആന്ധ്ര പൊളിറ്റിക്സിന്റെ സെന്ററായി മാറിയത്. അതുകൊണ്ട് NT രാമറാവു, കൗതുകം എന്ന് പറയട്ടെ, NT രാമറാവുവിന്റെ കരിയറും ജീവിതവും പാർട്ടിയും അവസാനിക്കുന്നത് അദ്ദേഹത്തിന് തന്റെ സണ്ണിൻ ലോ ആയ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ മറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പിടിക്കുമ്പോഴാണ്. NTR-ന്റെ ഭാര്യ, 2ാമത്തെ ഭാര്യയോടുള്ള വിരോധവും മറ്റും കാരണം, അല്ലെങ്കിൽ എതിർപ്പ് കാരണം. അപ്പോൾ അതിശക്തമായ രീതിയിൽ വിജയിൽ കേന്ദ്രീകൃതമായി കാര്യം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയ് റേസ് ചെയ്യുകയാണ് 118ലേക്ക്. ആ 118ലേക്ക് വിജയ്ക്ക് എത്താൻ കഴിയുമോ എന്നൊരു ചിന്തയുണ്ട്. നാഷണൽ മീഡിയ അടക്കം ഏറ്റവും വലിയ വാർത്തയായി വിജയുടെ വാർത്ത തന്നെയാണ് കൊടുക്കുന്നത്. അതായത് TVKക്ക് ഇപ്പോൾ നൽകാനായത് 116 പേരുടെ പിന്തുണയാണ്. 2 പേരുടെ പിന്തുണയും കൂടെ കിട്ടാനുണ്ട്. ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട വിജയ് മുസ്ലിം ലീഗ്, VCK പാർട്ടികളുടെ കത്ത് കൈമാറിയിട്ടില്ല. ലീഗ് TVKക്ക് പിന്തുണ കത്ത് നൽകിയിട്ടില്ലെന്നും വിശ്വാസ വോട്ടെടുപ്പുണ്ടായാൽ പിന്തുണയ്ക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയണേ, അതൊരു ട്വിസ്റ്റാണ്. ഇനിയും ഇത് പിന്തുണ പ്രഖ്യാപിക്കുന്ന ചിത്രം X-ൽ VCK ഇട്ടിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുമാണെന്ന് പറയുന്നുണ്ട്. അപ്പം വിജയെ പരമാവധി ഡീറെയിൽ ചെയ്യാൻ അർലേക്കർ നോക്കുന്നുണ്ട്. ഇതിനെ അർണബ് ഗോസ്വാമി ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അർണബ് ഗോസ്വാമി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച്, അതായത് വലതുപക്ഷത്തേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അർണബ് ഗോസ്വാമി. അദ്ദേഹം അർലേക്കറെ ഫോണിൽ വിളിച്ച് ശക്തമായി ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തിനാണ് വിജയെ തടയാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക്. അതായത് നിലവിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാത്ത സാഹചര്യത്തിൽ വിജയ്ക്ക് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകില്ലെന്ന് ലോക്ഭവൻ അറിയിച്ചു. ഗവർണറുടെ സ്ഥാനമാണ്, അതുകൊണ്ട് ബഹുമാനത്തോടെ പറയാവൂ. അദ്ദേഹം ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റാണ്. അതായത് ഫ്ലോർ ഓഫ് ദി ഹൗസിലാണ് യഥാർത്ഥത്തിൽ അവർ സ്ട്രെങ്ത് തെളിയിക്കേണ്ടത്. ഗവർണറുടെ മുമ്പിൽ എന്തിനാണ് തെളിയിക്കേണ്ടത്? ഫ്ലോർ ഓഫ് ദി ഹൗസിലാണ് തെളിയിക്കേണ്ടത്. ആ നിയമസഭയിൽ വിജയ് വന്ന് തെളിയിച്ചാൽ മാത്രം മതി. പക്ഷേ പരമാവധി വിജയ് ഡിലേ ചെയ്യാൻ നോക്കുകയാണ്. അതിന് പിന്നിൽ BJPയുടെ താല്പര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. BJPക്ക് സ്ഥിതി മണത്തറിഞ്ഞ് BJPക്കാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല, ഗവർണർ മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന്. കാര്യം വിജയ്ക്ക് അനുകൂലമായ അത്രമാത്രം ഗ്രൗണ്ട് സെന്റിമെന്റ്സ് ഉണ്ട്. ആ കൊടുങ്കാറ്റിൽ തങ്ങൾ തകർന്നു പോകരുതെന്ന് കരുതി BJPക്കാർ ആദ്യമേ കൈ കഴിവിട്ടുണ്ട്. ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ, ഗവർണർ തന്നെയാണ്. കോൺഗ്രസിനൊപ്പം CPI, CPM, VCK, മുസ്ലിം ലീഗ്, IMMK പാർട്ടികളുടെ പിന്തുണ ലഭിച്ചതോടെ 118 ആയി എന്ന് വരികയുണ്ടായി. ശനിയാഴ്ച, അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് വരികയുണ്ടായി. എന്നാൽ വിജയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചിട്ടില്ലെന്നാണ് അർലേക്കറുടെ ഓഫീസ് പറയുന്നത്. യഥാർത്ഥത്തിൽ അർലേക്കർ അതിശക്തമായി എന്താ പറയുക, വിജയെ തടയാൻ നോക്കുകയാണ്. അതിനിടെ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിനകരൻ ലോക്ഭവനിലെത്തി കത്ത് നൽകി. ചുമ്മാ ഡ്രാമ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അയാളുടെ പാർട്ടിക്കാർ എന്നാൽ വിജയ്ക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം അതിശക്തമായ രീതിയിൽ ത്രില്ല് പോവുകയാണ് ഒരു സിനിമയുടെ ഇതോടുകൂടി. എന്തായാലും തൃഷ വരുമോ? തൃഷ വരുന്നത് നല്ലതാണ്. തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ ഒരു പോസിറ്റീവിലേക്ക് അത് മാറും. തൃഷ വരട്ടെ, വിജയ് മുഖ്യമന്ത്രിയാകട്ടെ, ഉങ്കൾ വിജയ് ഭരിക്കട്ടെ, തമിഴ്നാടിന് നന്മയുണ്ടാകട്ടെ. ആ തമിഴ് ജനതയുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിജയ്ക്കാണ് എല്ലാ പ്രാർത്ഥനയും പിന്തുണയും.